നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. അഴിമതി പണം ഹവാല ഇടപാടിലൂടെ വിദേശ രാജ്യത്ത് എത്തിച്ചു എന്നതിന് ഫെമ നിയമമനുസരിച്ചും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമായ PMLA അനുസരിച്ചും പിണറായി വിജയന്റെ മകളായ ടി വീണയ്ക്കെതിരെ വ്യക്തമായ രേഖകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. വീണയ്ക്ക് പിന്നാലെ പിണറായി വിജയനിലേക്കും ഭർത്താവും CPM നേതാവുമായ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവർ രണ്ടുപേർക്കും കുരുക്ക് മുറുകുന്നതായി തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഒരു സേവനവും നൽകാതെ പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് വീണയ്ക്ക് എക്സാലോജിക് കമ്പനിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്ന ശശിധരൻ കർത്തായുടെ മൊഴി പിണറായി വിജയന് കുരുക്കായി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീണ ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും പിണറായിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്നും കർത്ത മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. 2024 ഏപ്രിൽ 7-നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പ് അനുസരിച്ച് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസിന്റെ MD ആയ കർത്തായുടെ മൊഴി രേഖപ്പെടുത്തിയത്. 2017-നും 20-നും ഇടയിൽ 2.78 കോടി രൂപയാണ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് നൽകിയത്. നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സ് തയ്യാറാക്കിയത് ഐഫോണിലാണെന്നും കരാർ ഫോണിലുള്ളതായും വീണയുടെ ഫോൺ പിടിച്ചെടുത്ത ഐഫോൺ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി തനിക്ക് ബന്ധമില്ലെന്ന് ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴി പിണറായി വിജയനെ കുടുക്കിലാക്കുന്നതാണ്. ശശിധരൻ കർത്ത പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വീണയുടെ കമ്പനിയിൽ വീണ അറിയാതെ പണം നിക്ഷേപിച്ചതെന്ന അനുമാനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ എത്തുന്നത്. എന്നാൽ കമ്പനിയുടെ അക്കൗണ്ടിൽ അവർ എന്തിനു പണം നിക്ഷേപിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞതുമില്ല. കർത്തായുടെ ഉടമസ്ഥതയിലുള്ള പണമിടപാട് സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് വീണയ്ക്ക് 50 ലക്ഷം രൂപ വായ്പയായും അനുവദിച്ചിരുന്നു. ഇതിനിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പിണറായി വിജയൻ നിഷേധിച്ചിരുന്നു. അങ്ങനെ ഒരു മൊഴിയും ഉണ്ടായിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തു വരികയും ചെയ്തു. ഇതിനിടെ കഴിഞ്ഞ ഏപ്രിൽ 3-ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയ പ്രോസിക്യൂഷൻ പരാതിയിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ ശശിധരൻ കർത്തായുടെ CMRL 182 കോടി രൂപ വിവിധ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കൈക്കൂലി ഇനത്തിലും മറ്റും കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടതാണ് വീണയ്ക്ക് നൽകിയ 2.78 കോടി രൂപയും. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ഒന്നും തന്നെ തന്നിലേക്ക് എത്താതിരിക്കാനാണ് റിയാസ് സുഹൃത്തുക്കൾ വഴി ഇടപാടുകൾ തിരിച്ചുവിട്ടതെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഡയറിക്കുറിപ്പും ഹവാല ഇടപാടുകളും ടെലിഫോൺ സിം, ഐഫോണിലെ നിർണായക രേഖകൾ, നന്ദുലാലിന്റെ മൊഴി എന്നിവ റിയാസിന് കുരുക്കായി മാറിയിട്ടുണ്ട്. CPMന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനം പാർട്ടിയിലെ തെറ്റുതിരുത്താൻ വേണ്ടി കോഴിക്കോട് നടക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് റിയാസിനും പാർട്ടി നേതാക്കൾ തന്നെയായ സുഹൃത്തുക്കൾക്കുമെതിരെ 9 സ്ഥലത്ത് റെയ്ഡ് നടന്നതും നേതാക്കളെ ചോദ്യം ചെയ്തതും. റിയാസ് വിനോദസഞ്ചാര വകുപ്പിന്റെ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം സോളസ് എന്ന കോഴിക്കോട്ടെ സ്ഥാപനത്തിന് നൽകിയ അനധികൃത ആനുകൂല്യങ്ങളും കരാറുകളും നേരത്തെ തന്നെ വിവാദമായതാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ P. നിഖിലിന്റെയും ഭാര്യയുടെയും പങ്കാളിത്തം കൂടി ഉള്ളതാണ് ഈ സ്ഥാപനമെന്ന് വ്യക്തമായി. ഇത് റിയാസിന്റെ ബിനാമി സ്ഥാപനമാണെന്ന ആരോപണവും നേരത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചതാണ്. റിയാസ് മന്ത്രിയായതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ റിഖിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചതും റിയാസിന്റെ ശുപാർശയിൽ ആയിരുന്നത്രേ. സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ചുമതലയും നിഖിലിന്റെ സ്ഥാപനത്തിന് ലഭിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ റിയാസ് നിഷേധിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഇക്കാര്യത്തിൽ ഇടപെടാനോ പ്രതിരോധിക്കാനോ ഇല്ല എന്ന നിലപാട് CPI സംസ്ഥാന സമിതി സ്വീകരിച്ചു. പിണറായിയുടെ മകളുടെ വ്യവസായം സംബന്ധിച്ച കേസിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPMന്റെ ഒരു വിഭാഗവും എത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പരസ്യ ന്യായീകരണവുമായി രംഗത്തിറങ്ങുന്നത് ശരിയല്ല എന്ന നിലപാടും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്.
അതേസമയം റിയാസിന്റെയും പാർട്ടി പ്രവർത്തകരായ മറ്റ് നേതാക്കളുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡും പതിവ് തെറ്റിച്ച് എൻഫോഴ്സ്മെന്റ് പത്രക്കുറിപ്പിറക്കിയതും CPM-നെ പ്രതിരോധത്തിലാക്കി. രാഷ്ട്രീയമായി റിയാസിനെ പ്രതിരോധിക്കാനായി പ്രതിഷേധ യോഗം നടത്തി മുഖം രക്ഷിക്കാനാണ് CPM നേതൃത്വത്തിന്റെ ശ്രമം. അതേസമയം വീണയുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചാൽ കൈകൊള്ളും എന്ന സൂചനയും പാർട്ടി വൃത്തങ്ങൾക്കുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് എക്സാലോജിക് കേസ് നീങ്ങുന്നത്. ഇതിനിടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവും കോൺഗ്രസും BJP-യും ഉയർത്തിക്കഴിഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.